ഹലോ നമസ്കാരം. ഇന്നത്തെ ബിഗ് ബോസ് ലൈവ് കണ്ടു കേട്ടോ. ഞാൻ സമ്മതിച്ചു ലൈവ് കാണുന്നവരെ. ഞാൻ ടി വിയിലേക്ക് കണക്ട് ചെയ്താൽ കണ്ട കേട്ടോ. ഭയങ്കര കണ്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പോരാട്ടോ. നമ്മൾ ഈ ഒരു 9:30 കാണുമ്പോൾ നമുക്ക് തോന്നും അത് പോരാ, കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നും. പക്ഷേ പിന്നെ ബോറാ, ഫുൾ ടൈം മടുപ്പാണ്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മടുപ്പ് തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഫാമിലി റൗണ്ട് നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് നമ്മുടെ അപ്സരയുടെ ഫാമിലി ആയിരുന്നു വന്നത്. അപ്പോൾ ആൽബി അകത്തിങ്ങനെ മുഖം മൂടിയൊക്കെ ഇട്ട് ഇങ്ങനെ കള്ളനെ പോലെ ഇങ്ങനെ ഓടിയതും അതിന് അപ്സര കണ്ടുപിടിച്ചു അടുത്തുനിന്നത്തേക്കും. നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സായിയുടെ വൈഫാണ് വന്നത്. സായിയുടെ വൈഫ് നല്ല റൊമാൻറ്റിക്, നല്ല സിനിമ സ്റ്റൈലിലേക്കാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് സായി പിന്നെ സായിയുടെ പപ്പ, സായിയുടെ അച്ഛൻ ലൈവായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നേ. അത് എല്ലാവർക്കും സങ്കടം വന്നു, കാരണം ജിൻഡോ ഒക്കെ കരയുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും സായിക്കും സായിയുടെ അച്ഛനും എന്താ പ്രശ്നമൊന്നുമല്ല, പുറത്തിറങ്ങിയിട്ട് വേഗം എല്ലാം ക്ലിയറായി നല്ല ഹാപ്പിയായി ജീവിക്കാൻ പറ്റട്ടെ. എന്ത് തന്നെയായാലും പിന്നെ സ്നേഹയും സായിയുടെ വൈഫും സായിയുടെ അമ്മയും ഒക്കെ ഒരുമിച്ച് നല്ല ഹാപ്പിയായി ജീവിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നം തന്നെയാണ്. നമ്മൾ ഭാര്യമാർ കുറേയൊക്കെ എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ആ പ്രശ്നമൊക്കെ തീരുമെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലേ പ്രശ്നം, അമ്മായിയമ്മ പ്രശ്നവും അങ്ങനെ മിക്കവാറും വീട്ടിലുണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി നമ്മുടെ ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സായി ഹാപ്പി ആവുമായിരിക്കും അല്ലേ, അവർ തമ്മിൽ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ. എന്തെങ്കിലും പ്രശ്നമൊക്കെ തീർന്ന് ഹാപ്പി ആവട്ടെ. പിന്നെ അപ്സരയുടെ അമ്മ വന്നു, അതൊക്കെ കാണാൻ രസമായിരുന്നു കേട്ടോ. പിന്നെ അപ്സരയുടെ അമ്മ വന്നിട്ട് അപ്സരയ്ക്ക് അവരുടെ മുമ്പിൽ മോണോ ആക്ട് അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്സരയെ കൊണ്ട് ബിഗ് ബോസ് മോണോ ആക്ട് അവതരിപ്പിക്കുന്നുണ്ട്. നല്ലതായിരുന്നു മോണോ ആക്ട് പെർഫോമൻസ്, നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, സൂപ്പറായിരുന്നു. പിന്നെ ആൽബി കുറേ അപ്സരയ്ക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്ത് ലൈവ് ഇന്നലത്തെ ലൈവായിരുന്നു ഭയങ്കര ഈ മറ്റേ പൂ പറിക്കാൻ പോയിരുന്നു, നമ്മൾ കുഞ്ഞിനെ കളിച്ചിട്ടുള്ള കളികളൊക്കെ കണ്ടിന്യൂസ് ഇങ്ങനെ മണിക്കൂർ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബോറായിട്ട് തോന്നി. എന്നാലും 24 മണിക്കൂർ സമയം പോകണ്ടേ അല്ലേ, നമുക്കൊരു കുറച്ച് നേരം കാണുമ്പോൾ ബോറാണെങ്കിൽ അപ്പോൾ അവിടെയുള്ള അവസ്ഥ ഒന്നും പറയണ്ട. എന്ത് തന്നെയായാലും നല്ല എപ്പിസോഡ്, അടിപൊളിയായിരുന്നു. സായി ഇന്നത്തെ എപ്പിസോഡിൽ പൊളിച്ചു. പിന്നെ നമ്മുടെ അപ്സരയും നല്ലതായിരുന്നു. ജിൻഡോ അപ്സരയുടെ സായിയുടെ അച്ഛൻ കരയുമ്പോഴത്തേക്കും നമ്മുടെ പിന്നെ ജിൻഡോയ്ക്ക് സങ്കടം വരുന്നുണ്ട്, ജിൻഡോ കരയുന്നുണ്ട്. ജിൻഡോ വെറും ലോല ഹൃദയനല്ലേ, എല്ലാവർക്കും ജിൻഡോനെ ഇഷ്ടമാണ്. പിന്നെ ഒരു വിഷമം ഉണ്ടാക്കിയ കാര്യം എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ജിൻഡോ വിന്നാകുന്നത്, കാരണം ജിൻഡോയ്ക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് കുറേയൊക്കെ മനസ്സിലായി. ജിൻഡോ വിന്നാകുന്നത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത് ബിഗ് ബോസിന് തന്നെ നാണക്കേടാന്ന് പറയുന്നത് അർജുനോട്. അതുപോലെ സിജോ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോഴത്തേക്കും അർജുൻ പറയുന്നുണ്ട് സന്തോഷിപ്പിക്കല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ വയ്യാകെന്തല്ല അങ്ങനെയൊക്കെ ഒരാളെ സുഖമില്ലാണ്ടായി നശിച്ചു പോയിട്ട് നമുക്ക് ജയിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. പിന്നെ അഭിഷേക്, പിന്നെ ഒരു നല്ല ഗോൾഡൻ മൂമെൻ്റ് എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ആൽബിയുടെ അപ്സരയുടെ അമ്മ വന്നിട്ട് അഭിഷേകിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. വളരെ ഇഷ്ടം തോന്നി, വളരെ സന്തോഷം തോന്നി. പക്ഷേ അഭിഷേക് കൂളാണ്, കാരണം അവനതൊന്നും ഇപ്പോൾ തന്നെ ഏകദേശം 30 വയസ്സുണ്ടാവും അല്ലേ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എത്ര വയസ്സുണ്ടാവും, ഒരു 8 വയസ്സായിരിക്കും. 8 വയസ്സിൽ അമ്മ പോയിട്ട് ഇത്രയും വർഷമായി. തീർച്ചയായും അതില്ലാതെ ജീവിച്ച് അത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് എത്ര വേദന ഉണ്ടായാലും അത് ഓക്കെ ആയിട്ടുണ്ടാവും അല്ലേ. പിന്നെ വളർന്നു കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഏത് വേദനയും മറക്കാൻ പറ്റുമെന്ന് പറയുമല്ലോ, അതായിരിക്കും. എന്തായാലും അഭിഷേകിനോട് ഒത്തിരി ഇഷ്ടം. എന്നാലും ജിൻഡോയാണ് ടോപ്പ്, ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് ജിൻഡോയുടെ ഞാൻ ലൈവിൽ കണ്ട സമയത്ത് പ്രത്യേകിച്ച് ഒരു കണ്ടൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. പക്ഷേ ബിഗ് ബോസ് ഇന്നലത്തെ നൈറ്റ് കാണിക്കുന്നൊരു ക്ലീനിങ്, എല്ലാവരും പോയി കിടന്നു വർത്തമാനം പറഞ്ഞ് പറയാനൊക്കെ ഇരിക്കുവാണ്. ബിഗ് ബോസിൽ നമ്മുടെ ജിൻഡോ കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു, ബാക്കി കിടന്ന പാത്രമൊക്കെ കഴുകി വെച്ചു, ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തു. വന്നിട്ടായിരുന്നു പാതിരാത്രിക്കാണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ടത്. അപ്പോൾ ജിൻഡോയ്ക്ക് പ്രത്യേകിച്ച് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറ്റം പറഞ്ഞിട്ടും കുറച്ച് ആക്ഷൻ കാണിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ജിൻഡോ എന്ത് ചെയ്താലും നല്ലത് തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ ജിൻഡോയുടെ നന്മ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ആദ്യമൊക്കെ ജിൻഡോ കുറേ കള്ളത്തരമൊക്കെ ചെയ്താലും ഇപ്പോൾ അതൊന്നുമില്ല. ആ ഒരു ഫസ്റ്റ് വാണിംഗ് കിട്ടിയതോടെ ജിൻഡോ ഒതുങ്ങി നല്ല റിയൽ മനുഷ്യനായി. എന്തിനാലും ഒരുപാട് സന്തോഷം. വോട്ടിങ്ങിൽ ജാസ്മിനും ഏകദേശം 2ാം സ്ഥാനം 3ാം സ്ഥാനത്തൊക്കെ ജാസ്മിനും ഉണ്ട്.
എന്തിനാലും വരട്ടെ, ജാസ്മിനും ടോപ്പ് 5 വരേണ്ട ആൾ തന്നെയാണ്, വരട്ടെ. കപ്പ് നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെയാണ്. കാരണം എപ്പോഴും നമ്മുടെ ശോഭ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, അഖിൽ മാരാറിന് എന്തോ പ്രശ്നം വന്നപ്പോൾ ആ വഴി അങ്ങ് പോയാൽ മതിയായിരുന്നു. അഖിൽ മാരാർക്ക് ഒരിക്കലും കപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞ് വാശി കാണിച്ചതായിരുന്നു. പക്ഷേ അഖിൽ മാരാർ കൊണ്ടുപോയി. അതുപോലെ തന്നെയാണ് ഈ സീസണിൽ അർജുൻ, റസ്മിൻ ആൻഡ് നോറ ഇവരൊക്കെ പറയുന്നത് ഒരിക്കലും ജിൻഡോ കപ്പടിക്കരുത്. മെയിൻ ജാസ്മിൻ പറയുന്നുണ്ട്. സോ പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, അവർക്കത് അറിയില്ല. നമ്മൾ കാണുമ്പോഴാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നില്ല. എന്തിനായാലും കപ്പ് നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെയാണ്. താങ്ക്